ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കുളിച്ച് ഫ്രഷായി അങ്ങനെ കടയിൽ പോയി സാധനം മേടിച്ചിട്ടൊക്കെ വരാനായിട്ട് ഒരു 8:30 ആയപ്പോഴത്തേക്ക് കടയിലൊക്കെ പോയി സാധനം മേടിക്കാൻ പോയായിരുന്നു. അപ്പോൾ മേടിച്ചിട്ട് വരുന്ന വഴിയാണ് കേട്ടോ. ഈ കാണുന്ന സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. VHS ഫോർ ഗേൾസ് സ്കൂളാണ്. 5 തൊട്ട് 10 വരെ പഠിച്ചത് അവിടെയാണ് കേട്ടോ. ഈ കാണുന്ന സ്കൂളിലാണ് ഞാൻ +1 + 2 പഠിച്ചത്. PNB വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് കേട്ടോ, തിരുവല്ല. കടയിലൊക്കെ പോയിട്ട് വന്നു കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് കഞ്ഞിയാണ് കേട്ടോ ഗൈസ്. പഴങ്കഞ്ഞിയൊക്കെയാണ് കേട്ടോ. പഴങ്കഞ്ഞിയും പിന്നെ തലേദിവസത്തെ കറികളൊക്കെ, അതായത് കർക്കിടക വാവിൻ്റെ അന്ന് വെച്ച കറികളെല്ലാം പിറ്റേ ദിവസമാണ് എല്ലാം വറ്റിച്ച് സൂപ്പറാക്കി മിക്സാക്കി കുറേ കറികളൊക്കെ ആയിട്ട് എല്ലാം കൂടെ ഒരു തട്ട് തട്ടി ഗൈസ്. അപ്പോൾ ഞാൻ ആസ്വദിച്ച് കഴിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതൊക്കെ വല്ലപ്പോഴേക്കും മാത്രം കുടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റും കാര്യങ്ങളുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ കടയിലൊക്കെ പോയി കേട്ടോ. കടയിൽ പോയപ്പോൾ ഒരു കിറ്റ്കാറ്റൊക്കെ എനിക്ക് കിട്ടിയായിരുന്നു. എനിക്ക് നീനുവിനും കിട്ടിയാന്നിട്ട് ഞങ്ങളുടെ ഒരു കസിൻ വന്നപ്പോൾ കിറ്റ്കാറ്റൊക്കെ മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. ഇത് വിറ്റാമിൻ C ഫേസ് സെറോണ് കേട്ടോ. ഇതാണ് കേട്ടോ, ഓറഞ്ചിൻ്റെ ഫ്ലേവറുള്ള ഒരു സെറോണ്. ഇതെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് വൈറ്റനിങ്ങിന് സഹായിക്കുന്ന ഒരു സെറോ ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസിലൊക്കെ നല്ല രീതിയിൽ ഗ്ലോ ഒക്കെ, അതായത് ഇത് ഇടുന്ന സമയം നല്ല രീതിയിൽ ഗ്ലോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഓറഞ്ചിൻ്റെ ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. കണ്ടില്ലേ? അപ്പോൾ ആദ്യം ഞാൻ ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീ. ഞാൻ ഓൾറെഡി ചെറുതായിട്ടൊക്കെ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്, എന്നാലും നിങ്ങൾക്ക് ഒന്നുകൂടെ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഐലൈനർ വരയ്ക്കാം. ഇതൊരു പിങ്ക് ഷെയ്ഡായിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. കുറച്ചും പേര് കുളിച്ചതുള്ളൂ കേട്ടോ ഗൈസ്. എത്ര ശ്രമിച്ചിട്ടും പറ്റാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് മുടി കെട്ടുന്ന രീതിയാണ് കേട്ടോ. എനിക്ക് എത്ര ശ്രമിച്ചാലും എനിക്കിത് മുടി കെട്ടുന്ന രീതി എനിക്ക് മനസ്സിലായിട്ടില്ല ഗൈസ്. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ മുടിയൊക്കെ കെട്ടിയിട്ടാണ് പുറത്ത് പോകാറ് കേട്ടോ. മിക്കവാറും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അമ്മയ്ക്ക് 90% അമ്മ തന്നെയാണ് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ എനിക്ക് മുടിയൊക്കെ കെട്ടി തരണമായിട്ട്. എനിക്കിപ്പോഴും മുടി കെട്ടാൻ അറിയത്തില്ല ഗൈസ്. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ആട്ടിക്കൂട്ടിയൊക്കെയാണ് കെട്ടിയിട്ട് പോവാറ്. എൻ്റെ അടുത്ത് അമ്മ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് ചോദിക്കുന്നതാണ് കേട്ടോ, ഞാൻ മുടി കെട്ടിയതൊക്കെ ശരിയായിട്ടുണ്ടോയെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞ് ഏകദേശമൊക്കെ. എനിക്ക് മുടി സ്ട്രെയിറ്റ് ചെയ്താൽ കൊള്ളാമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയൊക്കെ മുടി കെട്ടി വയ്ക്കുന്നുണ്ട് കേട്ടോ. എത്രത്തോളം ശരിയായിട്ടുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കെട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ടേബിൾ, അതായത് ഊണുമേശ ഇരിക്കുന്ന കുറച്ച് ബാക്കിലോട്ടായിട്ടാണ് കേട്ടോ. അതിൻ്റെ അടുത്തിരുന്ന് മുടി കെട്ടുന്നതല്ല കേട്ടോ, കുറച്ച് ബാക്കിലോട്ടാണ്. അപ്പോൾ വീഡിയോ സൂം ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്കങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. അടുത്തായിട്ട്, അതായത് അതിൻ്റെ അടുത്ത് വെച്ച് മുടി കെട്ടുന്നതായിട്ട് തോന്നുന്നത്. കുറച്ച് ദൂരമായിട്ടാണ് അതിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കെട്ടിയ ഹെയർ സ്റ്റൈലൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ.
ഇനി കുറച്ച് പിരിയൊക്കെ കട്ടിയായിട്ട് വരയ്ക്കാം ഗൈസ്. ഇങ്ങനെ പിരിയം വരച്ച് വെച്ച് എനിക്ക് നല്ല രീതിയിൽ പിരിയൊക്കെ വളർന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഐടെക്സിൻ്റെ കരിയാണ് കേട്ടോ. എനിക്ക് ഈ പ്രാവശ്യം കിട്ടിയ കരി എന്ന് പറഞ്ഞാൽ ഐടെക്സിൻ്റെ അതായത് നമ്മൾ ഈ വരച്ച ഉടനെ സ്പ്രെഡായി കിടക്കുന്ന ഒരു കരിയാണ് കേട്ടോ. ഞാൻ ലൈറ്റായിട്ട് വരച്ചിട്ടുള്ളൂ. അങ്ങനെ കരിയൊക്കെ വരച്ചു, എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഫിനിഷായി ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എൻ്റെ ഇന്നത്തെ അതായത് ഇത് ഡേ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്താണ് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളതിന് കമൻറ്റ് ചെയ്യണം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ ഞാൻ പറയണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ സെറം ഇനി ഞാൻ ഈ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോകുന്ന സെറമാണ് കേട്ടോ. ഇനി എന്തായാലും എനിക്കിനി ഫുഡൊക്കെ കഴിക്കണം. അപ്പം ഞാൻ ഇതൊക്കെ റിമൂവ് ചെയ്തിട്ടേ കഴിക്കുകയുള്ളൂ കേട്ടോ. അതായത് ഞാനും അമ്മയും ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് സെറം കൂടെ ഫേസിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നത് കാണിച്ചിട്ടാന്ന് വിചാരിച്ചു. നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. മസാജ് നല്ല രീതിയിൽ സ്ക്രബൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. നല്ല വൈറ്റനിങ്ങിന് അതായത് വൈറ്റനിങ്ങിന് പറ്റിയൊരു സെറമാണ്. ഒരു സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നതാണ്. എനിക്ക് ഇത്ര നാളായിട്ടൊരു കുഴപ്പമൊന്നുമില്ല. ഏകദേശം ഒരു മാസത്തോളമായി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എല്ലാവരുടെ സ്കിന്നും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഉപയോഗിക്കണമെന്നും പറയത്തില്ല കേട്ടോ. അതുകൊണ്ട് ഓരോരുത്തരുടെ സ്കിന്നിൻ്റെ ഇതനുസരിച്ച് മാത്രമേ ഓരോ കാര്യങ്ങൾ, നമ്മുടെ ഫേസാണ്, ഫേസിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അതിനെക്കാട്ടി നമ്മൾ ശ്രദ്ധിച്ചാണ് നമ്മുടെ ഫേസ് ശ്രദ്ധിച്ചാൽ നമുക്കത് അത്രത്തോളം നല്ലതായിരിക്കും ഗൈസ്. പോകണില്ലേ, നല്ല ഗ്ലോയൊക്കെ ഉണ്ടാവും. ഇനി ഇതെല്ലാം റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടാണ് ഇനി ഫുഡൊക്കെ കഴിക്കാൻ. നല്ല രീതിയിൽ സ്ക്രബൊക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല ഗ്ലോയാണ്, നല്ല ഗ്ലോയാണ്, അതുപോലെ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ. ഓറഞ്ചിന് നല്ല സ്മെല്ലാണ്. ഇങ്ങനെയൊക്കെ സെറം അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ നമ്മുടെ റൈസ് വാട്ടർ യൂസ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ അതായത് പറയുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ ടൈപ്പുള്ള സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് റൈസ് വാട്ടർ. റൈസ് അതായത് കഴുകുന്ന സമയത്ത് ഒരു 3-4 വെള്ളം കളയുമ്പോൾ അതിൻ്റെ ആ റൈസ് വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യാനുള്ളത് കേട്ടോ ഫേസിൽ. ബാക്കിയൊക്കെ ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് അത്യാവശ്യത്തിന് മാത്രം എടുത്തിട്ട് ഞാൻ അടപ്പൊക്കെ എടുത്ത് അടച്ചു വെച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ എൻ്റെ ഫേസിലുള്ള അറ്റകുറ്റപ്പണികളെല്ലാം ഞാൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്നുകൂടെ മുഖമൊക്കെ വാഷ് ചെയ്തതിന് ശേഷം വേറെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാനും അമ്മയും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഉച്ചയ്ക്കെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ഇന്നത്തെ ഫുഡ് കഴിച്ചത്. ചോറ്, പിന്നെ അതുപോലെ തന്നെ ചൂര മീൻകറി, പിന്നെ സലാഡ് ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ പടവലങ്ങ തോരൻ വെച്ചത് കേട്ടോ, പിന്നെ മാങ്ങ നാരങ്ങ ഉണ്ടായിരുന്നു. ഇത്രയും വെച്ചിട്ട് ഒരു പിടി പിടിച്ചു ഗൈസ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചൂര മീനൊക്കെ എടുത്ത് കാണിച്ചു കേട്ടോ. അപ്പോൾ അമ്മ അവിടെ ഇരുന്ന് കമൻറ്റ് പറയണേ മീനൊക്കെ എടുത്ത് കാണിക്കണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞ എല്ലാം അതായത് നമ്മളിപ്പോൾ വീഡിയോ എടുത്ത് സൂം ചെയ്ത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, പിന്നെ ഫുഡ് കഴിക്കുന്നതുകൊണ്ട് സൂം ചെയ്ത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്ത് കാണിച്ചതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അമ്മ അവിടെ ഇരുന്ന് കമൻറ്റൊക്കെ പറയുന്നുണ്ട്. ഞാൻ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തൊക്കെയോ ഞാൻ ആ സമയത്ത് പറഞ്ഞു കേട്ടോ, അതെന്താണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ചു ഗൈസ്, വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചു. സന്ധ്യ സമയത്ത് ഞങ്ങൾ തിരുവല്ലത്ത് പോയായിരുന്നു കേട്ടോ. തിരുവല്ലത്ത് പോയപ്പോൾ കുറച്ച് പൂ മേടിക്കണമായിരുന്നു കേട്ടോ. അതായത് കുറച്ച് മുല്ലപ്പൂവൊക്കെ മേടിക്കണമായിരുന്നു. അപ്പോൾ മുല്ലപ്പൂ മേടിക്കാനായിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് കുറച്ച് റോസുകളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ 2 ചെമ്പരത്തി പൂ മേടിക്കണമായിരുന്നു. ഇപ്പോൾ എടുത്തത് ഞാൻ മേടിച്ചതാണ് കേട്ടോ. നൈറ്റ് കാപ്പിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഉച്ചത്തെ ഫുഡ് തന്നെയാണ് കഴിച്ചത്.
അപ്പോൾ മിക്കവാറും കാപ്പിയൊക്കെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് ചോറാണ് കേട്ടോ. അപ്പോൾ രാത്രി ചോറാണ് കഴിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീയും കൂടെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ.